രാവിലെ തന്നെ നമ്മുടെ യമുന റാണിയും ഋഷിയും കൂടെ ജിൻഡോയെ പറ്റി സംസാരിക്കുകയാണ്. യമുന റാണിയാണ് എടുത്തിടുന്നത്. യമുന റാണി ഇട്ടിട്ട് പറയുന്നുണ്ട്, നമ്മുടെ ജിൻഡോ എന്തുമാത്രം മാറിയിരിക്കുന്നു, ആദ്യ ആഴ്ചയെക്കാട്ട ജിൻഡോയല്ല, എന്ത് മാറ്റം ഉണ്ടായിരിക്കുന്നു ജിൻഡോയ്ക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പം ഋഷി അത് സമ്മതിക്കുന്നുണ്ട്. അപ്പം യമുന റാണി പറയുന്നുണ്ട്, നമ്മൾ ഈ അകത്ത് നിന്ന് കാണുന്നതല്ല, പുറത്ത് നിന്ന് കാണുമ്പം ജിൻഡോയുടെ പല എന്തോന്നുകളും നമുക്ക് കണ്ടാൽ പൊട്ടിച്ചിരിക്കാൻ തോന്നും. അതുപോലെ ജിൻഡോയുടെ മോർണിംഗ് ടാസ്കിൽ ജിൻഡോ പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അകത്ത് വെച്ച് തോന്നുന്നത് ഇങ്ങനെ എന്ത് പൊട്ടത്തരമാണ് പറയുന്നത്, പൊട്ടിച്ചിരിക്കാൻ തോന്നും, കളിയാക്കാൻ തോന്നും, അങ്ങനെയൊക്കെ തോന്നും. പക്ഷേ പുറത്തു നിന്നും അത് കേൾക്കുമ്പം ഓരോ വ്യക്തികളെയും പറ്റി കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് അയാൾ പറയുന്നത് എന്ന് നമുക്ക് മനസ്സിലാകും എന്ന് യമുന റാണി പറയുന്നുണ്ട്. അതുപോലെ പറയുന്നുണ്ട്, അയാളുടെ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, അയാൾ ആരെയും ചതിച്ചിട്ടും വഞ്ചിച്ചിട്ടും ഒന്നുമില്ല. ഇത്രയും നാളായിട്ടും നമ്മളല്ലേ അദ്ദേഹത്തെ പറ്റിച്ചത്, അദ്ദേഹത്തെ വഞ്ചിച്ചത്. ഈ 100 ദിവസത്തെ കാര്യങ്ങളൊന്നും എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ എന്ന് ഋഷിയോട് പറയുന്നുണ്ട്. അപ്പം ഋഷിയും പറയുന്നുണ്ട്, ഉള്ളിൽ നന്മയുള്ളൊരു നല്ല മനുഷ്യനാണ് അയാൾ എന്ന് പറയുന്ന ഋഷിയെ നമുക്ക് കാണാം. പിന്നെ യമുന റാണി പിന്നെ ഋഷിയോട് പറയുകയാണ്, ഇതുപോലെ ജിൻഡോ എല്ലാവരും പോകുമ്പം കരയുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചു ഇത് അങ്ങേരുടെ അഭിനയമാണെന്ന് വിചാരിച്ചു. പക്ഷെ അതല്ല, ഞാൻ പുറത്തു നിന്ന് കണ്ടപ്പോൾ മനസ്സിലാകുന്നുണ്ട് അങ്ങേർക്ക് എല്ലാവരുമായിട്ടൊരു കണക്ഷനുണ്ട്. അത് ജെന്യുവിനായിട്ടുള്ള കരച്ചിലാണ്, അയാളുടെ ഉള്ളിൽ നിന്ന് വരുന്ന വിഷമമാണ് അങ്ങേയും പുറത്ത് കാണിക്കുന്നത് എന്ന് പറയുന്ന യമുന റാണിയെ കാണാം. അതുപോലെ തന്നെ ജിൻഡോ കൃത്യമായിട്ട് ഗെയിം പഠിച്ചതിന് ശേഷം നോക്കി മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇവിടെ വന്ന് കളിക്കുന്നത്. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ കൊടുക്കാൻ ജിൻഡോയ്ക്ക് കഴിയുന്നുണ്ട്. ഞാൻ പുറത്തു നിന്ന് കണ്ടപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയത് ജിൻഡോയാണ് എന്ന് പറയുന്ന യമുന റാണിയെ കാണാം. അപ്പം പുറത്തുനിന്ന് അകത്ത് നിൽക്കുമ്പോൾ പലരോടും നമുക്ക് പല കാര്യങ്ങളും പറയുമ്പോഴും ആർക്കും മനസ്സിലാകത്തില്ല. പക്ഷേ പുറത്തിറങ്ങി വരുന്നത് കണ്ടു കഴിയുമ്പോൾ എല്ലാ മത്സരാർത്ഥികൾക്കും തോന്നുന്നത് അതുതന്നെയാണ്. ജിൻഡോ കൃത്യമായിട്ട് കളിക്കുന്നുണ്ട്, ജിൻഡോ കൃത്യമായിട്ട് കാര്യങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അപ്പം അകത്തിരിക്കുന്നവർക്കെല്ലാം ഒരു മണ്ടനായിട്ട് തോന്നും. യമുന റാണി പറയുന്നുണ്ട്, യഥാർത്ഥത്തിൽ നമ്മളാണ് മണ്ടന്മാർ, അങ്ങേരല്ല മണ്ടൻ എന്ന് പറയുന്ന യമുന റാണിയെ കാണാം. അങ്ങേര് ഇത് ജയിക്കാൻ വേണ്ടി വന്നതാണ്, അങ്ങേരത് നേടിയിരിക്കും എന്ന് പറയുന്ന യമുന റാണിയെ നമുക്ക് കാണാം. കൃത്യമാണ്, ഋഷിക്ക് ഹിൻഡ് കൊടുത്തിരിക്കുകയാണ്, ജിൻഡോയാണ് ഈ സീസണിലെ വിന്നറെന്ന്. യഥാർത്ഥത്തിൽ യമുന റാണി അവിടെ നിൽക്കുമ്പോൾ ജിൻഡോയോട് വളരെ സ്നേഹത്തിനൊന്നും പെരുമാറിയ കക്ഷിയൊന്നുമില്ല. ആദ്യ ആഴ്ചയിൽ ജിൻഡോയായിട്ട് ആദ്യത്തെ ഫൈറ്റിന് തുടക്കം വിട്ടതും ഈ യമുന റാണി തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു ലാസ്റ്റ് പോകുന്നതിന് 2 ആഴ്ച മുമ്പ് തൊട്ട് ജിൻഡോയായിട്ട് വളരെ സ്നേഹത്തിലൊക്കെ പെരുമാറുന്ന യമുന റാണിയെ നമ്മളിത് കാണുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് സമയം എടുത്തു എന്നേ ഉള്ളൂ. പുറത്ത് വന്നപ്പം അത് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഋഷിക്ക് പറഞ്ഞു കൊടുക്കുന്നുമുണ്ട് യമുന റാണി എന്ന് ഈ ലൈവ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും.